സോ ST കാറ്റഗറിയിൽ 60,000 റാങ്കിന് വരെ ഒരു ഗവൺമെന്റ് സിവിൽ എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടി ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ. 8,000 റാങ്കിനാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് സീറ്റ് ലഭിച്ചതെങ്കിലും 54,000 റാങ്കിന് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് ലഭിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്നുള്ള ഈ ഒരു സ്ട്രീം അവൈലബിൾ ആയിട്ടുള്ളത്. 16,371 റാങ്കിന് ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന്റെ ഗവൺമെന്റ് സീറ്റാണ് കിട്ടിയത്. ഡയറി ടെക്നോളജിയാണ് ഗവൺമെന്റ് സീറ്റ്. ഓപ്പൺ കാറ്റഗറി 21,924 ക്ലോസിംഗ് റാങ്ക്. ഹായ് എവരിവൺ, ദിസ് ഇസ് ഏഞ്ചി. സോ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, IT, ട്രിപ്പിൾ EC തുടങ്ങി നിരവധി ബ്രാഞ്ചുകളുടെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ക്ലോസിംഗ് റാങ്ക് നമ്മൾ കാണാൻ പോവാണ്. സോ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതൊക്കെ റാങ്കുകാർക്കാണ് ഗവൺമെന്റ് സെക്ടറിലും സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിലും സാധ്യതകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതും കാറ്റഗറി വൈസ് ഉള്ളതാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് വൺ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ കൂടാതെ ഞാൻ പറഞ്ഞു മെക്കാനിക്കലും ട്രിപ്പിളിയും ECയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പൊ സിവിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലുള്ളതാണ് ആദ്യം. പ്യുവർലി ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജുകൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി 13,132 വരെ ഗവൺമെന്റ് സെക്ടറിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതാണ് ക്ലോസിംഗ് റാങ്ക്. ഏകദേശം 13,000 അടുപ്പിച്ചാണ് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ക്ലോസിംഗ് റാങ്ക്. മാർ അത്തനീഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്താണ് അവസാനമായിട്ട് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. യെസ്, ഇത് ഗവൺമെന്റ് സെക്ടറിലുള്ള കാര്യമാണ്. ഈഴവ കാറ്റഗറി ഏകദേശം 10,000, 14,000, 13,000 റാങ്കിനൊക്കെ ലഭിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 19,951 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് കോഴിക്കോടാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 19,951. യെസ്, ഏകദേശം 20,000 ക്ലോസ് ആയിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ലഭിച്ചു കഴിഞ്ഞു. മുസ്ലിം കാറ്റഗറിയും ഏകദേശം സെയിം ആണ്, സിമിലർ ആണ്. 10,000, 14,000, 12,000, 16,000 റേഞ്ചുകാർക്കൊക്കെ കിട്ടി. ആൻഡ് 16,534 ഗവൺമെന്റ് സെക്ടറിലെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടാണ് ലഭിച്ചിരിക്കുന്നത്. യെസ്, LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 38,000 റാങ്കിന് വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 43,928 ക്ലോസിംഗ് റാങ്ക്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടാണ് ലഭിച്ചിരിക്കുന്നത്. 43,000 LAയുടെ ക്ലോസിംഗ് റാങ്ക്. ധീവര കാറ്റഗറി നോക്കുകയാണെങ്കിൽ മക്കളെ 52,000 റാങ്കിന് വരെ അഡ്മിഷൻ ലഭിച്ചു. 44, 28, 37, 41 ആ റേഞ്ച് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത് 52,699 അതായത് 52,000 അടുപ്പിച്ച് വരെ ഗവൺമെന്റ് സിവിൽ എഞ്ചിനീയറിംഗ് സീറ്റ് ലഭിച്ചു. യെസ്, വിശ്വകർമ്മ കാറ്റഗറിയാണ്. വിശ്വകർമ്മ കാറ്റഗറിയിൽ 20,000 ഒക്കെയാണ് ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത്. 20,000, 17,000, 14,000, 20,000 അടുപ്പിച്ച് മിക്ക കോളേജിലും തന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. യെസ്, ആൻഡ് BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി നോക്കുകയാണെങ്കിൽ 18,000, 17,000, 17,000, 19,000 ഇത് തന്നെയാണ് റേഞ്ച്. യെസ്, സീറ്റിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് ലഭിച്ചിരിക്കുന്നത് 5,808 ബാക്ക്വേർഡ് ഹിന്ദു. യെസ്, VK കാറ്റഗറി 6,541. ആൻഡ് ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 18,000, 26,000, 22,000 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 26,360 ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. KN കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 36,863 ആൻഡ് 44,564 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. 36,000, 32,000, 30,000 എല്ലാ റേഞ്ചിലും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 44,000 ക്ലോസിംഗ്. യെസ്, ആൻഡ് നെക്സ്റ്റ് വൺ കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 58,070 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. മക്കൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ 58,000 റാങ്കുകാർക്ക് അഡ്മിഷൻ ലഭിച്ചു അല്ലെ, അലോട്ട്മെന്റ് ലഭിച്ചു. കുട്ടി ജോയിൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇതിലും നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാം. യെസ്, SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 47,000, 48,000, 41,000, 49,000 ഏകദേശം 50,000 റാങ്കിനോട് അടുപ്പിച്ച് വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്, ST കാറ്റഗറിയും അത് തന്നെയാണ്. 48,000, 53,000, 61,172 61,000 ആണ് ക്ലോസിംഗ് റാങ്ക് ആയിട്ട് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിരിക്കുന്നത്. ഇക്കണോമിക്കലി വീക്കർ സെഷൻ നോക്കുകയാണെങ്കിൽ 35,000, 32,000, 22,000, 29,000 ഒക്കെയാണ്. ആൻഡ് ക്ലോസിംഗ് റാങ്കേഴ്സ് 39,597 ഏകദേശം 40,000 റാങ്കിനോട് അടുപ്പിച്ചാണ് സിവിലിന്റെ ക്ലോസിംഗ് റാങ്ക്, അതും ഗവൺമെന്റ് സെക്ടറിൽ.
ആൻഡ് നമ്മൾ സെൽഫ് ഫിനാൻസിംഗിലേക്ക് വരികയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ 65,000, 66,000, 67,000 എല്ലാ റാങ്കുകൾക്കും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 67,000 ആണ് ഏകദേശം എനിക്കൊന്ന് ക്ലോസിംഗ് റാങ്ക്. 67,000-ഓളം റാങ്ക് ഉള്ളവർക്ക് വരെ സിവിലില് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു. ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി 8,328 ഓപ്പൺ കാറ്റഗറിയിൽ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഗവൺമെന്റ് സെക്ടറിലെ ക്ലോസിംഗ് റാങ്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. EZ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 14,121 ക്ലോസിംഗ് റാങ്ക്. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 12,350 ക്ലോസിംഗ് റാങ്ക്. അത് ഗവൺമെന്റിലെയാണ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ് ആണ് അവർക്കൊക്കെ ലഭിച്ചിരിക്കുന്നത്. യെസ്, ബാക്കി കോളേജുകൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി 6,000, 8,000 അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ക്ലോസിംഗ് റാങ്ക് ഏകദേശം 54,726. ഓക്കെ, 50,000 പ്ലസിന് വരെ സെൽഫ് ഫിനാൻസിംഗിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സൈബർ ഫിസിക്കൽ സിസ്റ്റം. സൈബർ ഫിസിക്കൽ സിസ്റ്റം, യെസ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ആണ് സൈബർ ഫിസിക്കൽ സിസ്റ്റം സ്ട്രീം അവൈലബിൾ ആയിട്ടുള്ളത്. ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജാണ്. ഓപ്പൺ കാറ്റഗറി 7,088 റാങ്ക് വന്നത്. EZ 9,203 അഡ്മിഷൻ ലഭിച്ചത്. മുസ്ലിം 8,497. ആൻഡ് പിന്നീട് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ 15,000, 20,000 റാങ്കുകാർക്കൊക്കെയാണ്. KUല് 51,821 തന്നെ ഗവൺമെന്റ് സെക്ടറിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. SEW ആണെങ്കിൽ 15,334. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ് നെക്സ്റ്റ് വൺ. യെസ്, AI കോഴ്സ് ആണ്. ഗവൺമെന്റ് സെക്ടറിൽ മാർ അത്നീഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലമാണ്. 5,243 ഗവൺമെന്റ് സെക്ടറിലെ ക്ലോസിംഗ് റാങ്ക്. ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് ആണ്. ഈഴവ കാറ്റഗറി ആണെങ്കിൽ 6,448, മുസ്ലിം ആണെങ്കിൽ 6,185, ദെൻ 7,000, 16,000, 5,000 ആ ഒരു റേഞ്ചിലാണ് പോയിരിക്കുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ഇതിന്റെ സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിന്റെ ക്ലോസിംഗ് റാങ്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 67,454 അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. 50,000, 60,000 റേഞ്ചിലാണ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക്. യെസ്, നെക്സ്റ്റ് വൺ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ്. യെസ്, ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജാണ്. കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി സവനൂറുള്ള കോളേജാണ് അല്ലെ. യെസ്, ഓപ്പൺ കാറ്റഗറിയിൽ 16,371 അഡ്മിഷൻ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. EZ ഈഴവ 19,141, മുസ്ലിം 18,624, LA 25,909, DV 25,244, VK 18,341 ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടി. BH 18,187 ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി. KN 29,726, SC 45,138, ST 61,142, EW 50,472 ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു. യെസ്, ആൻഡ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജുകൾ ആദ്യം നോക്കാം. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റും ദെൻ CET ട്രിവാൻഡ്രവുമാണുള്ളത്. ഗവൺമെന്റ് സെക്ടറിൽ ജനറൽ കാറ്റഗറിക്ക് 11,530 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് കാലിക്കറ്റിൽ. എന്നാൽ CETയിൽ 1,885 അഡ്മിഷൻ ലഭിച്ചത്. ജനറൽ കാറ്റഗറിയുടെ സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിൽ 17,000 റാങ്കിന് വരെ അഡ്മിഷൻ ലഭിച്ചു. ഓക്കെ, എന്നാൽ കാലിക്കറ്റ് ഈഴവ കാറ്റഗറി ഗവൺമെന്റ് സീറ്റ് 17,344 ലഭിച്ചു. മുസ്ലിം 14,000, ദെൻ 40,000 ആ ഒരു റേഞ്ചിലാണ് ബാക്കി കാറ്റഗറികൾക്ക് ലഭിച്ചിരിക്കുന്നത്. SC 62,150 വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. CETയിൽ 23,000 ലഭിച്ചത് SC കാറ്റഗറി. യെസ്, ഓക്കെ, അപ്പൊ ഇതാണ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. നെക്സ്റ്റ് വേർഡ് ഇസ് ഡയറി ടെക്നോളജി. യെസ്, ഡയറി ടെക്നോളജി നോക്കാം. ഡയറി ടെക്നോളജിയുടെ ഗവൺമെന്റ് സീറ്റുകളാണ് പൂക്കോട്, വയനാടുണ്ട്, തൃശ്ശൂരുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. യെസ്, എല്ലാം ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജുകൾ. ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 21,924. ഓക്കെ, EZ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 27,866 ക്ലോസിംഗ് റാങ്ക്. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 24,680, LA 48,891, DV 65,740, VK 40,325, BH 25,821, BX 52,843 ക്ലോസിംഗ് റാങ്ക്.
KU-ൽ 50,000+ റാങ്കിന് KU-ലും 58,000 റാങ്കിന് വരെ SC-ലും 57,000 റാങ്കിന് വരെ ST-ലും ആൻഡ് 61,000 റാങ്കിന് വരെ EW-ലും ഒരു ഗവൺമെന്റ് സീറ്റ് ഡയറി സയൻസിന് കിട്ടിക്കഴിഞ്ഞു ഫസ്റ്റ് അലോട്ട്മെന്റിലൂടെ. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് ഈസി. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഗവൺമെന്റ് സെക്ടറിലെ ക്ലോസിംഗ് റാങ്ക്, ഈസിയുടെ ക്ലോസിംഗ് റാങ്ക് ഏകദേശം 4,847 ആണ് വന്നിരിക്കുന്നത്. കാലിക്കറ്റിലാണ് 4,847 കിട്ടിയിരിക്കുന്നത്. CT ട്രിവാൻഡ്രത്ത് 598 റാങ്കിന് വരെയാണ് ഈസി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കിട്ടിയത്. ദെൻ ബാക്കി കാറ്റഗറി നോക്കുകയാണെങ്കിൽ EZ കാറ്റഗറി 16,183 വരെ ലഭിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സീറ്റ്. ബാക്കി കോളേജുകളിൽ കമ്പാരിറ്റീവ്ലി വളരെ ഉയർന്ന റാങ്കിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. CET-യിൽ 891 മുസ്ലിം കാറ്റഗറി 873 CET-യിൽ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 10,873 ഇടുക്കിയിലാണ് കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. യെസ്, ആൻഡ് നമ്മൾ ബാക്കി കോളേജുകൾ നോക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഈസിക്ക് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വളരെ ഉയർന്ന റാങ്കിന് തന്നെ കിട്ടിയിട്ടുണ്ട്. 50,000+ റാങ്കിന് വരെ കിട്ടിയിട്ടുണ്ട് ഓരോ കാറ്റഗറിയിലും. യെസ്, ആൻഡ് ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള കോളേജുകൾ നോക്കുകയാണെങ്കിൽ 20,000, 28,000 റാങ്കുകൾക്കൊക്കെ അവിടെ ലഭിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ദെൻ IT കൂടി നമുക്ക് നോക്കാനായിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. യെസ്, ഈ ട്രിപ്പിൾ ആണ് നോക്കുന്നത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. യെസ്, ഗവൺമെന്റ് സെക്ടറിൽ വളരെ ഉയർന്ന റാങ്കുകാർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. CET-യിലൊക്കെ 6,386 കിട്ടിയത്. എന്നാൽ ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത് 7,042 പാലക്കാടാണ്. മക്കളെ, നിങ്ങൾക്ക് KSEB-യിലൊക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടും ഒക്കെ ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ഒരു ജോലി കിട്ടുന്ന കോഴ്സാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഗവൺമെന്റ് മേഖലയിൽ ധാരാളം സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് വളരെ ഉയർന്ന സാലറിയിൽ നിങ്ങൾക്ക് വളരെ ഉയർന്നൊരു പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. സബ് എഞ്ചിനീയർ എക്സാംസ് ഒക്കെ ഉണ്ടായിരിക്കും PSC-യുടെ. യെസ്, അതുകൊണ്ട് തന്നെയാണ് പണ്ടേറെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു ഇത്. യെസ്, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ് ഏറെ ഡിമാൻഡിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, EZ കാറ്റഗറിയിൽ ഈഴവ 18,948 വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചു. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 12,974 LA കാറ്റഗറി 57,089 DV കാറ്റഗറി 54,858 ലഭിച്ചു. VK കാറ്റഗറി നോക്കുകയാണെങ്കിൽ 20,058 ദെൻ BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി 21,248 ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി 50,040 KN കാറ്റഗറി 40,529 ആൻഡ് KU കാറ്റഗറി 56,814 SC കാറ്റഗറിയിൽ ഏകദേശം 40,000 50,000 റേഞ്ച് ഉണ്ട്, 56,257. ST കാറ്റഗറി 66,054 EW ഇക്കണോമിക്കലി വീക്കർ സെഷനിൽ 52,300 വരെ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചു. ഓക്കെ, യെസ്, ആൻഡ് ബാക്കിയുള്ള കോളേജുകൾ ഇലക്ട്രിക്കലിന്റെ കോളേജുകൾ നോക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലൊക്കെ 49,000, 30,000, 66,000 വരെ ജനറൽ കാറ്റഗറിയിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞു ഫസ്റ്റ് അലോട്ട്മെന്റിൽ. ഫുഡ് ടെക്നോളജി ആണ്. ഫുഡ് ടെക്നോളജിയുടെ ഗവൺമെന്റ് സെക്ടറിലുള്ള ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 20,529 യെസ്, എറണാകുളത്താണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് കുട്ടിക്ക്. ആൻഡ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 65,815 വരെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞു. യെസ്, ബാക്കി കാറ്റഗറി അവിടെ നോക്കണ്ട, കാരണം നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ ആദ്യം കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് ബാക്കി കാറ്റഗറിയിലേക്ക് നിങ്ങളെ പരിഗണിക്കുക. ലാസ്റ്റ് വേർഡ് IT ആണ് നമ്മൾ നോക്കുന്നത്, ഇൻഫോർമേഷൻ ടെക്നോളജി. യെസ്, ഗവൺമെന്റ് സെക്ടറിൽ 10,480 ഇടുക്കിയിലാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്, 10,480. ആൻഡ് ഈഴവ കാറ്റഗറി 19,826, മുസ്ലിം കാറ്റഗറി 16,327, ഒരു 16,000+ വന്നിരിക്കുന്നത്. LA കാറ്റഗറി 42,365 ആണ് ക്ലോസിംഗ് റാങ്ക്. ആൻഡ് ക്ലോസിംഗ് റാങ്ക് ഓഫ് DV ധീവര ഇസ് 35,250. What is the closing rank of VK വിശ്വകർമ്മ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് എത്രയാണ്? ഗവൺമെന്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ 20,763 ആണ്. ആൻഡ് ബാക്ക്വേർഡ് ഹിന്ദു ഇസ് 29,970. ഏകദേശം 30,000 റാങ്കിനോട് അടുപ്പിച്ച് തന്നെ ഗവൺമെന്റ് സീറ്റ് കിട്ടിക്കഴിഞ്ഞു. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ഇസ് 46,318, 46,318. ആൻഡ് KN ഇസ്
55,298, 55,298. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിൽ നോക്കുകയാണെങ്കിൽ 53,871 EW ഗവൺമെന്റ് സീറ്റ് 44,932 ഫസ്റ്റ് അലോട്ട്മെന്റിലൂടെ കിട്ടിയത്. സെൽഫ് ഫിനാൻസിങ് സെക്ടർ നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ തന്നെ 40,000 പ്ലസിന് ഏകദേശം 50,000 അടുപ്പിച്ചാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്, വളരെ ചൂസി ആയിട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.